ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, +1 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. +1 സീറ്റ് പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാമെന്നത് സർക്കാർ പല വർഷങ്ങളിലും ഒന്നുകിൽ താൽക്കാലികമായ ബാച്ചുകൾ അനുവദിക്കും, അതല്ലെങ്കിൽ മാർജിനൽ ഇൻക്രീസ് സീറ്റുകളുടെ കാര്യത്തിൽ അനുവദിക്കും. ഇതാണ് സർക്കാർ നിലവിൽ പിന്തുടർന്നു വരുന്ന രീതി. തെക്കൻ കേരളത്തിൽ സീറ്റുകളുടെ ആധിക്യമാണ്, എന്നാൽ അതേസമയം വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ സീറ്റ് ക്ഷാമവും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് കാർത്തികേയൻ കമ്മീഷനെ ചുമതലപ്പെടുത്തി. കാർത്തികേയൻ നായർ ഹയർ സെക്കൻഡറി മുൻ ഡയറക്ടർ കാർത്തികേയൻ നായർ അധ്യക്ഷനായ ഈ സമിതി കാർത്തികേയൻ കമ്മീഷൻ എന്ന പേരിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. 10 മാസങ്ങൾക്ക് മുമ്പ് ആ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. 10 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. റിപ്പോർട്ടറിനാണ് ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നത്. റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്ന ആ പ്രസക്ത ഭാഗങ്ങളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഇതിൽ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒപ്പം പലയിടങ്ങളിലെയും സീറ്റ് ക്ഷാമവും സീറ്റ് ആധിക്യവും തമ്മിലുള്ള അനുപാതം അതെങ്ങനെയാണ് ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ വിവരങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഏകജാലക സംവിധാനത്തിലെ പ്രശ്നങ്ങളും ഈ കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. റിപ്പോർട്ടറിന് കാർത്തികേയൻ കമ്മീഷനിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, 10 മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിന് സമർപ്പിച്ചിരുന്ന കമ്മീഷൻ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? അതൊന്നും തന്നെ ഈ സർക്കാർ കേട്ടിട്ടില്ലല്ലോ അല്ലേ? അരുൺ, 50 പേജുകൾ അടങ്ങുന്ന കൃത്യമായ ഒരു റിപ്പോർട്ട്, ഇല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധിക്കും പരിഹാരമായേക്കാവുന്ന നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തന്നെ ഇത്തരത്തിൽ കാർത്തികേയൻ കമ്മീഷൻ, കാർത്തികേയൻ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ ഇപ്പോൾ സർക്കാർ സമർപ്പിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരത്തിൽ സാമ്പത്തിക സീറ്റ് പ്രതിസന്ധികൾക്ക് വലിയ തോതിൽ ചർച്ചയായിട്ടും വിമർശനങ്ങൾ ഉയർന്നിട്ട് പോലും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷേ കൃത്യമായ അതിന്റെ മാനദണ്ഡങ്ങളിൽ കൃത്യമായി ഈ പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളടക്കം അടങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നിർദ്ദേശമായി പറയാനുള്ളതിന് ഒരു ക്ലാസ്സിൽ 50 വിദ്യാർത്ഥികൾ കൂടുതൽ അനുവദിക്കരുത് എന്നുള്ളതാണ് കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതിനോട് തന്നെ ആർക്കും മെറിറ്റ് സീറ്റുകൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഒരു സ്കൂളിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണവും അതുപോലെ തന്നെ ആ സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണവും തമ്മിൽ ആനുപാതികമായ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ തയ്യാറാവണം. സീറ്റ് കുറവുള്ളിടങ്ങളിൽ സീറ്റ് അനുവദിക്കുകയും കൂടുതലുള്ളിടങ്ങളിൽ അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കാണുകയും വേണം. സംസ്ഥാനത്ത് 6 എയ്ഡഡ് സ്കൂളുകളിൽ അധികമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ബാച്ചുകളുണ്ട്. അവ പൂർണ്ണമായും നിർത്തലാക്കണം. ആ ബാച്ചുകളിൽ വിദ്യാർത്ഥികൾ തന്നെ സ്ഥിരമായി മതിയായ വിദ്യാർത്ഥികൾ ഇല്ലാതെയാണ് ഈ ബാച്ചുകൾ പ്രവർത്തിക്കുന്നത്. ആ എയ്ഡഡ് സ്കൂളുകളിലെ 6 ബാച്ചുകളും പ്രവർത്തനം അവസാനിപ്പിക്കുകയും വേണം. ഏകജാലക സംവിധാനങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. ഉദാഹരണത്തിന് ഒരു പഞ്ചായത്തിലെ വിദ്യാർത്ഥിക്ക് ആ പഞ്ചായത്തിലെ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ 5 വെയിറ്റേജ് പോയിന്റ് നൽകുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ 11ഓളം പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി പോലും ഇല്ല. അങ്ങനെയെങ്കിൽ ആ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അനീതി നേരിടേണ്ടി വരുന്നു എന്നുള്ളത് കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വെയിറ്റേജ് എന്നുള്ളത് താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് മാറ്റണം. മാത്രമല്ല, അൺഎയ്ഡഡിൽ പ്രാഥമിക ഘട്ടത്തിൽ അവസരം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഇതിന് അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം, മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും അബദ്ധത്തിലടക്കം ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ അൺഎയ്ഡഡിൽ ചേർന്ന് പോകേണ്ട ഗതികേടും ഉണ്ടാകുന്നു. ഇതിന് പരിഹാരമായിക്കൊണ്ട് ഏകജാലകം വഴിയുള്ള അലോട്ട്മെന്റ് പൂർത്തിയാകുന്നത് വരെ അൺഎയ്ഡഡ് അഡ്മിഷനുള്ള അവസരം നൽകരുത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ അതിനുശേഷം മാത്രമേ അവസരം നൽകാവൂ എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, അൺഎയ്ഡഡ് സീറ്റുകളിലെ 50% സീറ്റുകൾക്കും ഏകജാലക സംവിധാനം വഴി അലോട്ട്മെന്റിനുള്ള അവസരം നൽകണം. മാനേജ്മെന്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും ഉൾപ്പെടെയുള്ള കോട്ടകളിലേക്കും ഈ ആദ്യ അലോട്ട്മെന്റുകൾ പൂർത്തിയായ ശേഷം മാത്രമാണ് ഇത്തരം സംവരണ കോട്ടകളിലേക്ക് അലോട്ട്മെന്റ് നടത്തേണ്ടത് എന്നുള്ള നിർദ്ദേശമുണ്ട്. സംവരണ അട്ടിമറി നടക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നതിനിടെ തന്നെയാണ് കമ്മീഷൻ ഈ ഒരു പരാമർശം സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മലബാറിലെയും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെയും സീറ്റുകൾ തമ്മിലുള്ള ഏറ്റക്കുറച്ചുകളുടെ കണക്കും കൃത്യമായ റിപ്പോർട്ടിൽ പറയുന്നു. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും സീറ്റ് അനുവദിച്ചതിൽ അത് വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ജനസംഖ്യാനുപാതികമായിട്ടുള്ള സീറ്റ് പ്രഖ്യാപനമോ അനുവദിക്കലോ അല്ല നടത്തിയിരിക്കുന്നത്. അതിന്റെ പ്രശ്നം ഈ സമൂഹത്തിൽ അനുഭവിച്ചു വരുന്നു. മാത്രമല്ല, സീറ്റ് പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ വലിയ തോതിൽ ബാച്ചുകൾ അനുവദിക്കേണ്ടതുണ്ട്. മലബാറിൽ 88 സർക്കാർ സ്കൂളുകളിലും 84 എയ്ഡഡ് സ്കൂളുകളിലും അധിക ബാച്ചുകൾ അനുവദിക്കണം. മാത്രമല്ല, 17ഓളം വരുന്ന മലബാറിലെ സർക്കാർ സ്കൂളുകൾ അത് ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ സീറ്റ് പ്രതിസന്ധി അനുവദിക്കുമ്പോൾ താൽക്കാലികമായി അനുവദിക്കുന്ന ബാച്ചുകൾ അത് 3 വർഷം ആ ബാച്ചുമായി അനുവദിക്കുന്ന ബാച്ചുകൾ അത് 3 വർഷം ആ ബാച്ചുകൾ പൂർണ്ണമായും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ സർക്കാർ നിയോഗിച്ച
കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പുറത്തുവിടുന്നത്. സീറ്റ് പ്രതിസന്ധി, ഏകജാലക സംവിധാനത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അടക്കം നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. 10 മാസങ്ങൾക്കു ശേഷം റിപ്പോർട്ടർ അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവിടുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കാം. മറ്റൊരു